ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് റോമിലുള്ള ഒരു ദൈവാലയത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ ദൈവാലയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത്. ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണിത്, പ്രത്യേകിച്ച് ഈ ദൈവാലയം. ഇത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമാണ്. കിയേസ സാന്ത മരിയ ദെല്ല പ്യാന്തെ എന്നാണ് ഈ പള്ളിയുടെ പേര്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലാണ് ഈ ദൈവാലയം സ്ഥാപിതമായിരിക്കുന്നത്. ഇതിനു മുൻപിലുള്ള ഈ റോഡെന്ന് പറയുന്നത് ഇത് പഴയ റോമ സാമ്രാജ്യത്തിൻ്റെ റോമിൽ നിന്ന് നേപ്പിൾസിലേക്കുള്ള ഒരു പഴയ റോഡാണ്. ഈ റോഡ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത് ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ഈ റോഡ് നിലവിലുണ്ടായിരുന്നു. റോമിൽ നിന്ന് വിശുദ്ധ പത്രോസ് സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് റോമിലെ മതപീഡനത്തെ ഭയന്ന് റോമിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് ഈ ദൈവാലയം ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് വിശുദ്ധ പത്രോസ് ഈശോയെ കണ്ടുമുട്ടുന്നത്. ഉദ്ധിതനായ ക്രിസ്തു കുരിശും വഹിച്ചുകൊണ്ട് നടന്നു പോകുന്നതാണ് പത്രോസ് ഇവിടെ വെച്ച് കണ്ടത്. നമുക്ക് ദൈവാലയത്തിൻ്റെ ഉള്ളിൽ പോയാൽ ആ സ്ഥലങ്ങളെല്ലാം ഞാൻ കൃത്യമായി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ റോഡ് ശരിക്കും പഴയ റോഡാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ റോഡ് അവിടെ ഒരു വളവ്, ഞാൻ കൈകൊണ്ട് ചൂണ്ടുന്ന സ്ഥലത്ത്, ആ ബസ് വരുന്ന സ്ഥലത്ത് അവിടെ ഒരു വളവ് ഇങ്ങോട്ടേക്ക് കാണാം. ശരിക്കും ആ വളവ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് ആ റോഡ് നേരെ തന്നെ വന്ന് ഈ പള്ളിക്കുള്ളിലൂടെ കടന്ന് നേരെ അങ്ങോട്ടേക്ക് പോകും. ഇപ്പോൾ ഇതൊരു വളവാണ്. ഈ പള്ളി പണിയുന്നതിന് വേണ്ടി ആ റോഡിനെ ഈ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ റോഡ് തിരിച്ചു വിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പഴയ റോഡ് ഇന്നത്തെ പള്ളിക്കുള്ളിലാണ്. അപ്പോൾ റോഡിലൂടെ റോഡിലൂടെ പോകുന്ന പത്രോസ്ലീഹയാണ് റോഡിൽ കുരിശും വഹിച്ചുകൊണ്ട് റോമിലേക്ക് നടന്നു വരുന്ന ഈശോയെ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ബഹുമാനപ്പെട്ട ബ്രദർ പൗലോസ് ഉണ്ട്. ഇദ്ദേഹം OCD സന്യാസ സമൂഹത്തിലെ ഒരു സന്യാസ സഹോദരനാണ്. 20 വർഷമായിട്ട് റോമിൽ അദ്ദേഹം OCD സഭയുടെ ജനറലേറ്റിൽ വർക്ക് ചെയ്യുകയാണ്. അവിടുത്തെ ജനറലേറ്റിൻ്റെ ഒരു മെമ്പർ കൂടിയാണ് അച്ഛൻ. അച്ഛന് ഈ സ്ഥലത്തെക്കുറിച്ചും അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഈ ദൈവാലയത്തെക്കുറിച്ചും ഈ പ്രദേശങ്ങളെക്കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട ബ്രദറിന് നമ്മളോട് പറഞ്ഞു തരാൻ സാധിക്കും. ഈ സമയം ഈ പള്ളിയെക്കുറിച്ച് അച്ഛൻ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അച്ഛൻ നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നാം ഇപ്പോൾ നിൽക്കുന്നത് ചരിത്രം ഉറങ്ങുന്നതും യേശുവും പത്രോസും കണ്ടുമുട്ടുന്ന ഒരു വേദിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. ഇത് നേപ്പിൾസിലേക്കുള്ള ഒരു പാതയാണ്. അന്ന് റോമിലേക്ക് ഈ നേപ്പിൾസിൽ നിന്നാണ് എല്ലാ കാര്യങ്ങൾക്കും വന്നിരുന്നത്. പത്രോസ് സുവിശേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട് റോമിൽ വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പീഡനങ്ങളെ ഭയപ്പെട്ട് അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് യേശു ഇവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും, നീ തിരിച്ചുപോയി എനിക്ക് വേണ്ടി സുവിശേഷം ജീവിക്കുകയും പ്രസംഗിക്കുകയും മരണം വരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ ആജ്ഞയനുസരിച്ച് അദ്ദേഹം തിരിച്ച് റോമിലേക്ക് പോവുകയും അങ്ങനെ റോമിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട പൗലോസ് ബ്രദർ പറഞ്ഞതുപോലെ ഈ ദൈവാലയം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഈശോയെ വിശുദ്ധ പത്രോസ് കണ്ടുമുട്ടുന്നത്. ആ സമയം ഈശോ കുരിശും വഹിച്ചുകൊണ്ടാണ് റോമിലേക്ക് നടക്കുന്നതായി കണ്ടത്. റോമിൽ നിന്ന് വെളിയിൽ നിന്ന്, അതായത് നേപ്പിൾസിൽ നിന്ന് വരുന്ന ഈ വഴിയിൽ വെച്ച് റോമിലേക്ക് ഈശോ നടക്കുകയാണ്. ഉദ്ധിതനായ കർത്താവ് കുരിശും വഹിച്ചുകൊണ്ട് റോമിലേക്ക് നടക്കുന്നു. ആ സമയമാണ് റോമിൽ നിന്ന് ഒളിച്ചോടുന്ന പത്രോസ് ഇവിടെ വെച്ച് ഈശോയെ കണ്ടുമുട്ടുന്നത്. ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ഓടിച്ചെന്ന് ഈശോയുടെ അടുത്ത് ചെന്ന് പത്രോസ് ചോദിക്കുന്ന ഒരു ലത്തീൻ വാക്കുണ്ട്, ഡോമിനെ കോവാദിസ്. ഡോമിനെ കോവാദിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ലോർഡ് വേർ ആർ യു ഗോയിങ്, കർത്താവെ നീ എവിടെ പോകുന്നു. കുരിശും വഹിച്ചുകൊണ്ടാണ് ഈശോ ഈ റോമിൻ്റെ അകത്തോട്ട് വന്നത്. അത് കണ്ടിട്ടാണ് പത്രോസ് ചോദിക്കുന്നത്, ലോർഡ് വേർ ആർ യു ഗോയിങ്. ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈശോയുടെ ഒരു മനോഹരമായ തിരുസ്വരൂപം വെച്ചിട്ടുണ്ട്.
ഉദ്ധിതനായ ക്രിസ്തു കുരിശു വഹിച്ചുകൊണ്ട് റോമിലേക്ക് നടക്കുന്ന ആ ഒരു രൂപത്തിലാണ് ഈ ഒരു തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പത്രോസ്ലീഹ ഇവിടെ വെച്ച് ഈശോയെ കണ്ടുമുട്ടി. ഈശോയോട് ചോദിച്ചു, ലോർഡ് വെയർ ആർ യു ഗോയിങ് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ്ലീഹായ്ക്ക് ഈശോ നൽകിയ മറുപടി, നിനക്ക് പകരം റോമിൽ പോയി ഒരിക്കൽ കൂടെ കുരിശിൽ മരിക്കാൻ ഞാൻ പോകുന്നു എന്നാണ്. നിനക്ക് പകരം ഒരിക്കൽ കൂടെ റോമിൽ പോയി നിനക്ക് പകരം കുരിശിൽ മരിക്കാൻ ഞാൻ പോകുന്നു. ഇത് കേട്ടപ്പോൾ പത്രോസ്ലീഹയ്ക്ക് ശരിക്കും വല്ലാത്ത കുറ്റബോധവും വിഷമവും എല്ലാം ഉണ്ടായി. കാരണം ഞാൻ പീഡനത്തെ ഭയന്ന് ഓടുകയാണ്, ഇവിടെ നിന്ന് ഒളിച്ചോടി പോവുകയാണ്. എന്നാൽ ഈശോ എനിക്ക് പകരം വീണ്ടും ഒരിക്കൽ കൂടെ റോമിൽ പോയി മരിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. ഇത് പത്രോസ്ലീഹായെ ഒത്തിരിയധികം വിഷമിപ്പിച്ചു. ആ സമയം പത്രോസ്ലീഹ ഈശോയോട് പറഞ്ഞു, വേണ്ട കർത്താവേ, അങ്ങ് എനിക്ക് പകരം ഒരിക്കൽ കൂടെ കുരിശിൽ മരിക്കേണ്ടതില്ല. അങ്ങേക്ക് വേണ്ടി ഇനി ഞാൻ കുരിശിൽ മരിക്കും. ഞാൻ പോയി സുവിശേഷം പ്രസംഗിക്കും. അങ്ങേക്ക് വേണ്ടി ഞാൻ രക്തസാക്ഷിയാവും. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, അദ്ദേഹം റോമിലേക്ക് തിരിച്ചു പോകുന്നു. റോമിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുന്നു. ഏതൊരു പീഡനത്തെയും വകവെക്കാതെ അദ്ദേഹം സധൈര്യം സുവിശേഷം പ്രസംഗിച്ച് അവസാനം റോമിന്റെ വത്തിക്കാന്റെ ആ ഒരു കൊലക്കുന്നിൽ അദ്ദേഹം ക്രിസ്തുവിനെ പോലെ തലകീഴായി, ക്രിസ്തുവിനെ പോലെ നേരെ കുരിശിൽ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ല, തന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് തലകീഴായി അദ്ദേഹം കുരിശിൽ തറക്കപ്പെട്ട് രക്തസാക്ഷിത്വ മകുടം ചൂടിയ ആ ഒരു വലിയ ചരിത്രമാണ് സഭയുടെ ചരിത്രം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം ഇവിടെ വെച്ചാണ് ഈശോയും വിശുദ്ധ പത്രോസും കണ്ടുമുട്ടിയ ആ സ്ഥലം. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇത് നേപ്പിൾസിലേക്കുള്ള വഴിയാണ്, നാപ്പോളിയിലേക്കുള്ള വഴിയായിരുന്നു. അന്നത്തെ ആ റോഡിന്റെ ഭാഗം ഇന്നും ഇവിടെ ഇതുപോലെ തന്നെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ആ പഴയ റോഡ്. ആ പഴയ റോഡിന്റെ ഒരു ചെറിയ ഭാഗം ഇന്നും ആ കല്ലിട്ട അവസ്ഥയിൽ തന്നെ ഇതിന്റെ ഉള്ളിൽ കീപ്പ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ ദൈവാലയം ഇവിടെ വന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് റോഡ്, ഇവിടെ ഈ പള്ളിക്ക് വേണ്ടി റോഡ് കുറച്ച് മുൻപിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അങ്ങനെ ഈ റോഡ് ഇന്നും അതുപോലെ തന്നെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈശോയുടെ കാൽപാദത്തിന്റെ മുദ്ര നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലോകത്തിൽ മറ്റൊരിടത്ത് ഇതുപോലൊരു കാൽപ്പാടുള്ളത് ജെറൂസലേമിൽ ആണ്. അത് ഈശോ സ്വർഗാരോഹണം ചെയ്ത മലയിലാണ്. ഈശോ മിശിഹായ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന, ധീര രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധ പത്രോസിനെ പോലെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും മരണത്തോളം ഈശോയെ സ്നേഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവൻ വെടിയാൻ വേണ്ടി അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശുദ്ധ സ്ഥലങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഊർജം ഒരു വലിയ ശക്തി തന്നെയാണ്. കാരണം ഇതെല്ലാം ഒത്തിരിയേറെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത അനേക വിശുദ്ധാത്മാക്കൾ നടന്നു നീങ്ങിയ സ്ഥലങ്ങളാണിതെല്ലാം. ഇവിടെ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദൈവാലയത്തിൽ വെച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെയും മധ്യസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാനും ബ്രദറും ഇവിടെ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മറ്റൊരു ദൈവാലയത്തിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.